സോ ഹേ ഗൈസ്, വെൽക്കം ടു ഷിവ. യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വിധം തമ്മിൽ തന്നെ ഉണ്ടാവില്ല, ഒരു ഡെയിലി ഒബ്സർവേഷൻ ആണ് സംഭവം. രണ്ട് വണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മുടെ CDN വന്ന് ഞാൻ പറഞ്ഞ പോലെ ടാങ്കും സൈഡ് കയറും ആ പയ്യൻ കോളേജിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് പയ്യന്മാരെ തുളച്ച് സീനാക്കി ആപ്പടെ പെയിൻ്റ് ഒക്കെ ഒഴി സീനായിരുന്നു. സോ നമ്മളത് റീപെയിൻറ്റ് ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. അപ്പം അതാണ് CDN പിന്നെ ഇതിൻ്റെ ചെയിൻ സോക്കറ്റ് മാറണം, സ്റ്റാൻഡിന് ഇച്ചിരി നീളം കൂട്ടണം. അപ്പോൾ അതുകൂടെ അവൻ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ പിന്നെ ഉള്ളത് യമഹയാണ്. യമഹയ്ക്ക് വന്നിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഡിസ്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി വീലൊക്കെ കെട്ടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ടീ സ്റ്റമ്പും ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് രണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് ടീ സ്റ്റമ്പ് കയറ്റിയ ശേഷം സ്റ്റമ്പ് കാര്യങ്ങളെല്ലാം കയറ്റി സെറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഇതിൻ്റെ ബാക്ക് വീല് കാര്യങ്ങളൊക്കെ ഊരി വെക്കണം. പിന്നെ അവിടെ ടീ സ്റ്റമ്പ് സെറ്റ് ചെയ്തിട്ട് കാണാം. ഈ ലൈറ്റിൽ തുടങ്ങിയത് ഇപ്പം ഇത് സ്റ്റാൻഡ് ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത് ലൈറ്റ് സ്വിച്ച് ഉണ്ട് കേട്ടോ, നമ്മുടെ ചെയിൻ സോക്കറ്റ് ലൈറ്റ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡ് നമ്മൾ ലേറ്റിൽ പോയി നീളം കൂട്ടും, രണ്ട് ചെയിൻ നീളം കൂട്ടുന്നു. ആൻഡ് നമ്മുടെ ചെയിൻ സോക്കറ്റ് നമ്മൾ പുതിയ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വരാൻ പോവാം. കുഴപ്പമില്ല. ഐഫോണിനാണോ? SS-ൻ്റെ പരിപാടി മുഴുവൻ തീർത്തു. ചെയിൻ സോക്കറ്റ് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതിന് നമ്മുടെ ടാങ്ക് സൈഡ് ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റിയിൽ പെയിൻറ്റ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലോട്ട് പെയിൻറ്റ് വന്നേക്കുന്നത്. അത്രത്തോളം നമുക്ക് ക്യാമറ കാണാൻ പറ്റത്തില്ല. നല്ല കിടിലും ഫിനിഷിങ്ങിൽ പെയിൻറ്റിങ് വന്നിട്ടുണ്ട്. ടാങ്കും സൈഡ് ഡോറുമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത്. ബാക്കിയുള്ള പാർട്സെല്ലാം അത് തന്നെയാണ്. കാരണം ഞാനത് ഓൾറെഡി ഒരു വീഡിയോ ആഡ് ചെയ്ത് തന്നെ സംഭവിച്ചത്. ഈ ഭാഗത്തായിട്ട് കോമ്പസിന് കുത്തി മൊത്തം ചെയ്തായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് പണി കൊടുത്താനായിട്ട്. അപ്പോൾ അതായിരുന്നു സംഭവം എന്ന് പറഞ്ഞപ്പോൾ അതേ ഉള്ളൂ. CDN എന്നുള്ള ലോഗോ വെക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഗോ വന്നിട്ട് നമ്മുടെ ഇരുന്ന ലോഗോ വന്നിട്ട് കംപ്ലൈൻ്റ് ആണ്, പൊട്ടിപ്പോയി. അപ്പോൾ അത് നമ്മൾ രണ്ടെണ്ണം മേടിച്ച് വെക്കും. അതേ ഉള്ളൂ പരിപാടി. ഇനി അടുത്ത് നമ്മൾ RX-ൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പരിപാടി എടുത്തിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ മേള റെഡി ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ കസ്റ്റമർ കൊണ്ടുവന്ന പഴയ MC കിറ്റ് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ലോഡ് അത്ര സ്ട്രോങ് ലോഡൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ആ പഴയ കേബിൾ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. താഴെ കാലിപ്പർ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ, വലിയ കുഴപ്പമില്ല. ഇനിയും ഒന്ന് പമ്പിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ യമഹയുടെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് മൊത്തം കയറിയിട്ടുണ്ട്. ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ MC കിറ്റ് നമ്മൾ മാറി കേട്ടോ. സ്റ്റോക്ക് മറ്റേ പഴയ MC കിറ്റിലാണ് വെച്ചത്. കാരണം ബ്രേക്കിംഗ് തീരെ കിട്ടുന്നില്ല. പോരാഞ്ഞിട്ട് ഡിസ്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. കാലിപ്പർ MC കിറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല പക്കയായിട്ട് ഇപ്പോൾ നല്ല പക്കയാണ്, ഒരു സീനുമില്ല. ഡിസ്ക് ലൈറ്റ് പൾസർ 150 ആണ്. ഇത് വാക്സ് 135 ആണ് വണ്ടി. ടീ സ്റ്റമ്പ് ഗ്രൈൻഡ് ചെയ്താണ് നമ്മൾ കയറ്റിയേക്കുന്നത്. അപ്പം അത് അവിടെ ഓൾട്രേഷൻസ് വരുന്നുണ്ട്. പിന്നെ സ്റ്റമ്പ് കാര്യങ്ങൾ കസ്റ്റമർ കൊണ്ടുവന്നതാണ്. ഇനിയും ഫ്രണ്ട് മൾഗാട് വന്നിട്ട് പിടിപ്പിക്കാൻ കസ്റ്റമർ പറഞ്ഞു. കസ്റ്റമർ വേറെ എന്താ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ. ഈ രണ്ട് വണ്ടി ഡെലിവറി ആയിരുന്നു മാക്സിമം ഞാൻ പ്ലാൻ ചെയ്തത്. നമ്മൾ ഓൾറെഡി SS കൊണ്ട് കൊടുത്തിട്ട് വന്നു കഴിഞ്ഞു. ഇതും ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. വേറെ കുറച്ച് പരിപാടിയൊന്നും ആയിരുന്നില്ല. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.